ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 ഹാഫ് ഇയർലി എക്സാം നടത്തിയതിൻ്റെ ഫിഖുൽ ഇസ്ലാം ചോദ്യപേപ്പറാണ്. അപ്പോൾ ഇനി എക്സാമിലേക്കൊക്കെ റിവിഷനായിട്ട് പഠിക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗിച്ച് പഠിക്കാവുന്നതാണ്. എന്നാൽ ഫിഖുൽ ഇസ്ലാമിൻ്റെ കൂടുതൽ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള റിവിഷനൊക്കെ ചെയ്ത മറ്റു ചോദ്യപേപ്പറുകളുണ്ട്. അതാദ്യം അഹ്കാമുൽ ഇസ്ലാം എന്നായിരുന്നു ബുക്കിൻ്റെ പേര്. അപ്പോൾ ആ അഹ്കാമുൽ ഇസ്ലാം എന്ന് എഴുതിയിട്ടായിരിക്കും ചോദ്യപേപ്പർ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ ലഭിക്കാൻ ഒന്നെൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 82 89 89 29 85 ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അത് ആവശ്യമുള്ളവർക്കൊക്കെ ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ്? സ്വർഗത്തിൻ്റെ കവാടങ്ങൾ. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ. സ്വർഗത്തിന് എത്ര കവാടങ്ങൾ ഉണ്ട് എന്നാണ്. സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ഉളൂവിൻ്റെ ശേഷമുള്ള ദുആ ചെല്ലുന്നവർക്ക് സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട്. അതിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 8 എന്നത് നമുക്ക് ശരി അടയാളപ്പെടുത്താം. അടുത്തതാ, ഉളൂയിൽ അല്പമെങ്കിലും തടവൽ ഫർളാണ്. അല്പമെങ്കിലും തടവൽ ഫർളാണ്. എന്ത്? ചെവി, തല, മുഖം. ഏതാണ്? തലയാണ്. അല്പമെങ്കിലും തടവൽ മനസ്സിലാക്കുക. ചെവി ഉള്ളും പുറവും തടവലാണ്. മുഖം മുഴുവനും കഴുകലാണ്. അടുത്തതാ, ഉളൂ ചെയ്ത ശേഷം സുന്നത്താണ്. എന്താണ് സുന്നത്ത്? ദുആ ചെയ്യൽ. ഉളൂവിന് ശേഷം ദുആ ചെയ്യൽ സുന്നത്താണ്. അടുത്തത്, പഠിക്കാൻ വേണ്ടി മുസഫ് തൊടാനും എടുക്കാനും ഉളൂ നിർബന്ധമില്ല. ആർക്കാണ്? വകതിരിവായ കുട്ടികൾക്ക്. വകതിരിവായ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി മുസഫ് തൊടാനും എടുക്കാനും ഉളൂ നിർബന്ധമില്ല. ഉളൂഇൻ്റെ ഫർളുകളിൽ പെട്ടതാണ്. ഉളൂഇൻ്റെ ഫർളുകൾ എത്രണ്ണാണ്? 6 എണ്ണാണ്. അപ്പോൾ അതിൽ പെട്ടത് ഏതാണ് എന്നാണ്. ഇവിടെ മുഖം മുഴുവനും കഴുകൽ, ചെവി തടവൽ, മുൻകൈ കഴുകൽ. ഉളൂഇൻ്റെ ഫർളിൽ പെട്ടത് മുഖം മുഴുവനും കഴുകലാണ്. ചെവി തടവലും മുൻകൈ കഴുകലൊക്കെ ഉളൂഇൻ്റെ സുന്നത്തുകളാണ്. ഉളൂഇൻ്റെ ഫർളുകൾ നമ്മൾ 6 എണ്ണം പഠിച്ചിട്ടുണ്ട്. നെയ്യത്ത്, മുഖം മുഴുവൻ കഴുകുക, 2 കൈയും മുട്ടുൾപ്പെടെ കഴുകുക, തലയിൽ നിന്ന് അല്പമെങ്കിലും തടവുക, 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. തർത്തീബ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ചെവി തടവലും മുൻകൈ കഴുകലൊക്കെ ഉളൂഇൻ്റെ സുന്നത്തുകളാണ്. മനസ്സിലാക്കണം. ഇനി വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവൽ. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളൂ ചെയ്യണം. അപ്പോൾ വലിയ അശുദ്ധികൾ 2 വിധം, ചെറുതും വലുതും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളൂ ചെയ്യണം. ഉളൂഇൻ്റെ ഫർളുകൾ. ഉളൂഇൻ്റെ ഫർളുകൾ 6, ഉളൂഇൻ്റെ ഷർത്തുകൾ 5. മനസ്സിലാക്കുക. ഉളൂഇൻ്റെ ഫർളുകൾ 6, ഷർത്തുകൾ 5, ഉളൂ മുറിയുന്ന കാര്യങ്ങൾ 4. ഇനിയാ, മുസഫിൻ്റെ നേരെ നീട്ടാൻ പാടില്ല. എന്താണ്? കാല്. മുസഫിൻ്റെ നേരെ കാൽ നീട്ടാൻ പാടില്ല. തൊഹൂറായ വെള്ളമായിരിക്കൽ ഉളൂഇൻ്റെ എന്താണ്? ഉളൂഇൻ്റെ ഷർത്താണ്. ഉളൂഇൻ്റെ ഷർത്തുകൾ 5 എണ്ണം. വെള്ളം തൊഹൂറായിരിക്കുക. കഴുകുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. വെള്ളത്തിന് ഗുണവ്യത്യാസം വരുത്തുന്ന സോപ്പ് പോലുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. വെള്ളം ചേരുന്നതിനെ തടയുന്ന പെയിന്റ് പോലുള്ളത് അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. നിലക്കാത്ത മൂത്രസ്രാവം പോലുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവുക. ഷർത്തുകൾ അതൊക്കെ ഷർത്താണ്. ഇനി ഇവിടെ ചേരുമ്പടി ചേർക്കാനാണ്. എന്താണ്? അത്തഹൂർ ഷത്റുൽ ഈമാൻ. എന്താണ്? ശുചിത്വം ശുദ്ധി ഈമാനിൻ്റെ പാതിയാണ്. ശുചിത്വം ഈമാനിൻ്റെ പകുതിയാണ്. അപ്പോൾ ഇതിൻ്റെ ഏതാ? ലാ യമസ്സഹു ഇല്ലൽ മുത്തഹറൂൻ. സി, ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ തൊടരുത്. ലാ യമസ്സഹു ഇല്ലൽ മുത്തഹറൂൻ. ശുദ്ധിയുള്ളവരല്ലാതെ ഖുർആൻ തൊടരുത്. ലാ തസിഹു സ്വലാത്ത ബിൻ നജസി. നജസോടുകൂടി നിസ്കാരം ശരിയാവില്ല.
ഇതൊക്കെ നമ്മൾ റിവിഷൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാ. എല്ലാ പാഠത്തിൻ്റെ അടിയിലെ ബോക്സ് നന്നായി പഠിക്കുക, ഇതുപോലെ മാച്ച് ചെയ്യാൻ വരുമെന്ന് അല്ലേ. അടുത്തതാ വൻസൽന മിനസ്സമാഇ മാഅൻ തൊഹൂറ, ആകാശത്ത് നിന്ന് നാം തൊഹൂറായ വെള്ളം ഇറക്കിയിരിക്കുന്നു. അപ്പം അതിൻ്റെ ബി ഏതാ? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി, നീയത്തുകൾ കൊണ്ട് മാത്രമേ കർമ്മങ്ങൾ സ്വീകാര്യമാവുകയുള്ളൂ. അപ്പം അതിൻ്റെ ഡി ഏതാ? അപ്പോൾ അതെല്ലാ പാഠത്തിൻ്റെ അടിയിൽ വന്ന ബോക്സാണ്. അടുത്ത ഇനി പൂരിപ്പിക്കാനാണ്. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. വുളൂഇന്റെ ശേഷമുള്ള ദുആ, അതാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നത്. ഇനിയാ അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറ, വുളൂഇന്റെ ദിക്ർ. അപ്പോൾ ഇവിടെ ജഅലൽ മാഅ, അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. വുളൂഇന്റെ ശേഷമുള്ള ദുആ എന്ന്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്തഗ്ഫിറുക എന്നിവിടെ എഴുതണം. നജസിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. നജസിന്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. അപ്പോൾ ഇവിടെ മണം എന്ന് എഴുതി കൊടുക്കാം. ഇനി ആ ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു വസ്തു. വെള്ളം ചേരുന്നതിനെ തടയുക, അതായത് ഒളു എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വെള്ളം ചേരൂല, അതിൻ്റെ മുകളിലൂടെ വെള്ളം ഒലിച്ചു പോവുള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലും വസ്തുവിൻ്റെ പേരാണ്. എന്താണ്? പെയിൻ്റ് എഴുതാം, ദാറ്, ചക്കപ്പശ, പശ ഒക്കെ നമുക്ക് എഴുതാം. അടുത്തതാ ഉളൂഇൽ കാലുകൾ ഏതുവരെ കഴുകണം? ഏതുവരെയാണ് കഴുകേണ്ടത്? ഞെരിയാണി ഉൾപ്പെടെ കഴുകണം. അടുത്തത് മുസ്ഹഫ് കാണുമ്പോൾ നാം എന്ത് ചെയ്യണം? മുസ്ഹഫ് കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. മുസ്ഹഫ് കാണുമ്പോൾ എഴുന്നേറ്റു നിൽക്കണം. നജസല്ലാത്ത ഒരു ശവം, മത്സ്യം, വെട്ടുകിളി, മനുഷ്യൻ, ഇതൊക്കെ എന്താണ്? നജസല്ലാത്ത ഒരു ശവമാണ്. നമ്മൾ അവസാനത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്. മത്സ്യം, വെട്ടുകിളി എന്നിവയുടെ ശവം നജസല്ല, മനുഷ്യന്റെ മയ്യിത്തും നജസല്ല. അപ്പോൾ അത് മനസ്സിലാക്കണം. എന്നാൽ കോഴി, ആട് ഇവയെ അറുത്താൽ നജസല്ല, അവ ചത്താൽ നജസാണ്. അവയുടെ ജീവിതകാലത്ത് അവയിൽ നിന്ന് വേർപിരിഞ്ഞ രോമം നജസല്ല, എന്നാൽ ചത്താൽ അതിൻ്റെ രോമം, തൂവൽ അതൊക്കെ നജസാണ്. ഇനിയാ ഉളൂഇന്റെ ഷർത്തുകൾ എത്ര? ഉളൂഇന്റെ ഷർത്തുകൾ 5. ഉളൂഇന്റെ ഷർത്തുകൾ 5. ഇനിയാ ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. 5 നജസുകളുടെ പേര് എഴുതണം. 5 നജസുകൾ: മൂത്രം, മലം, രക്തം, ചലം, ഛർദിച്ചത്, മദ്യം, ശവം, തിന്നാൻ പറ്റാത്ത ജീവിയുടെ പാല്, രോമം തുടങ്ങിയവ നജസുകളാണ്. അപ്പം ഇതിൽ നിന്ന് 5 എണ്ണം എഴുതാം. ഇനി മുസ്ഹഫ് ഇവരുടെ കയ്യിൽ കൊടുക്കരുത്. ആരുടെയാണ്? വകതിരിവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ മുസ്ഹഫ് കൊടുക്കരുത്. വകതിരിവാകാത്ത കുട്ടികൾ എന്ന് എഴുതാം. വകതിരിവായ കുട്ടികൾക്ക് പഠനാവശ്യത്തിന് ഒളൂ ഇല്ലാതെ മുസ്ഹഫ് എടുക്കുന്നതിനും തൊടുന്നതിനും പ്രശ്നമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വകതിരിവില്ലാത്ത കുട്ടികൾക്ക് മുസ്ഹഫ് കൊടുക്കാൻ പാടില്ല. അടുത്തതാ ശുദ്ധിയുള്ളവരെ ആരൊക്കെ ഇഷ്ടപ്പെടും? ശുദ്ധിയുള്ളവരെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും മലക്കുകളും ഇഷ്ടപ്പെടും. ശുദ്ധിയുള്ളവരെ അള്ളാഹുവും അവൻ്റെ റസൂലും മലക്കുകളും ഇഷ്ടപ്പെടും. ഇനിയാ ഉളൂഇന് ശേഷം ദുആ ചെയ്താൽ ലഭിക്കുന്ന നേട്ടം എന്ത് നേട്ടമാണ് ലഭിക്കുക? സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം. സ്വർഗത്തിന് 8 കവാടമുണ്ട്, അതിൽ ഇഷ്ടമുള്ളതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. ഉളൂഇൻ്റെ ശേഷം ദുആ ചെയ്താൽ ലഭിക്കുന്ന നേട്ടം. ഉളൂഇൻ്റെ 5ാമത്തെ ഷർത്ത് ഏത്? ഉളൂഇൻ്റെ 5ാമത്തെ ഷർത്ത് എന്താണ്? നിലക്കാത്ത മൂത്രസ്രാവം പോലുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയമാവണം. നിലക്കാത്ത മൂത്രസ്രാവം പോലുള്ള രോഗമുള്ളവർക്ക് നിസ്കാരത്തിൻ്റെ സമയം ആവണം. ഇതുപോലെ ഉളൂഇൻ്റെ 5ാമത്തെ
ഫർള് ഏതെന്ന് ചോദിച്ചാലോ 2 കാലും ഞെരിയാണി ഉൾപ്പെടെ കഴുകലാണ് 5ാമത്തെ ഫർള്. അപ്പം അതൊക്കെ ഇനി പഠിക്കുന്നവർ ഓർഡറിൽ തന്നെ പഠിക്കണം. ഞാൻ എല്ലാ ചോദ്യപേപ്പറിലും പാഠബുക്കിലൊക്കെ പറയലുണ്ട്. അതൊക്കെ ഓർഡറിൽ പഠിച്ചാലാണ് നമുക്കിതുപോലെ വന്നാൽ എഴുതാൻ കഴിയുള്ളൂ. അടുത്തത് എന്താണ്? തൊഹൂറായ വെള്ളത്തിന് 4 ഉദാഹരണം എഴുതുക. എന്താണ് തൊഹൂറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ് തൊഹൂറായ വെള്ളം. ഉദാഹരണം: കിണറിലെ വെള്ളം, കുളത്തിലെ വെള്ളം, മഴവെള്ളം, പുഴവെള്ളം, കടൽ വെള്ളം, ഇതൊക്കെ തൊഹൂറാണ്. ഇതുപോലെ തോഹിറായ വെള്ളത്തിന് ഉദാഹരണം ചോദിച്ചാലോ എന്താണ് തോഹിറായ വെള്ളം? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയാത്തതുമായ വെള്ളമാണ് തോഹിറായ വെള്ളം. അപ്പം അതിന് നാരങ്ങ വെള്ളം, ഇളനീർ വെള്ളം, ജ്യൂസ്, പനിനീര്, ചായ, ഇതൊക്കെ തോഹിറാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനിയാ ഉളൂവിന് നിയ്യത്ത് ചെയ്യണം. എങ്ങനെ? ഉളൂവിന് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? നിസ്കാരത്തെ ഹലാലാക്കുവാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. നിസ്കാരത്തെ ഹലാലാക്കാൻ ഉളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതലാണ് നിയ്യത്ത്. എപ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്? ഉളൂയിൽ മുഖം കഴുകാൻ തുടങ്ങുമ്പോഴാണ് നിയ്യത്ത് കരുതേണ്ടത്. ഇനിയോ പൂർണ്ണമായ ഉളൂ ചെയ്താലുള്ള നേട്ടം. പൂർണ്ണമായ ഉളൂ ചെയ്താലുള്ള നേട്ടം എന്താണ്? ഒരാൾ പൂർണ്ണമായി ഉളൂ ചെയ്താൽ അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. പൂർണ്ണമായി ഒരാൾ ഉളൂ ചെയ്താൽ അവരുടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാം. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. മുമ്പത്തെ ചോദ്യപേപ്പറൊക്കെ ഇതിലും കൂടുതൽ ഞാൻ റിവിഷന് ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.